ഒരു 1.5 ദിവസം കൊണ്ട് ബിനാലെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇവിടെയാണ് താമസിച്ചത്. കൊച്ചി ബാക്ക് വാട്ടർ റിസോർട്ടാണ്. ആദ്യം അവിടെ പോയി ബാഗൊക്കെ വെച്ചു ആൻഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. 2 വീലറിലാണ് കേട്ടോ നമ്മൾ പോയത്. ഷിലോങ് ബേക്ക് ഹൗസിൽ പോയി ആദ്യം കഴിക്കാൻ. അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമ്മൾ ആദ്യം പാൽ പൊറോട്ട കഴിച്ചു. പാൽ പൊറോട്ട ആണെന്ന് തോന്നുന്നു എന്നെ പറയുന്നത്. പിന്നെ ഞാൻ കഴിച്ചത് ഈ ഒരു കൂഞ്ച് ഫ്രൈ ആയിരുന്നു. എല്ലാം കൂടെ 957 റുപ്പീസ്, ബട്ട് വർത്ത് ഇറ്റാണ്. അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ലൊക്കേഷൻ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല ബിനാലെ. അതുകൊണ്ട് 1 വീക്കൊക്കെ ചിലർ ടിക്കറ്റ് എടുക്കാറുണ്ട്. ഞാൻ സിംഗിൾ ഡേ ടിക്കറ്റാണ് എടുത്തത്. അഡൾട്ടിന് 200 റുപ്പീസാണ്, സ്റ്റുഡൻറ്റ് ആണെങ്കിൽ 100 റുപ്പീസാണ്. വീക്കിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 റുപ്പീസിനൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റ് ഇല്ലാത്ത ഒരുപാട് വെന്യൂസും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ആസ്പിൻ വാളിലാണ് പോയത്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വെന്യൂ ആസ്പിൻ വാളാണ്. എപ്പോഴും ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ബിനാലെ സമയത്ത് മാത്രമല്ലേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റലേഷൻസും ഒക്കെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്ത് പോയാൽ ഈ ചേട്ടനെ കാണാൻ പറ്റും. കാളക്കൊമ്പൊക്കെ വെച്ച് ചീപ്പ് ഉണ്ടാക്കുന്ന ചേട്ടനാണ്. ഓർഡർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പോയി വാങ്ങാൻ ഞാൻ മറന്നുപോയി. ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ആയിരുന്നു, കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ഊട്ടുപുരയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഈ ദോശ ഞാൻ വാങ്ങിച്ചത് വലിയൊരു അബദ്ധമായിപ്പോട്ടോ. എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു എന്നെ തേച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും ബിനാലേക്ക് പോയി. ദിസ് ടൈം നമ്മൾ രാവിലെ പോയത് പെപ്പർ ഹൗസിലാണ്. എക്സ്ട്രീംലി ഹോട്ടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ചൂട്. ഈ ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റലേഷൻസ് ഭയങ്കര രസമാണ്. ഈ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് വെച്ചാൽ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡുള്ള ബീച്ച് കാണാൻ പറ്റും. ബിനാലേക്ക് പോയാൽ ടൈം പോകുന്നതേ അറിയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ തിരിച്ചു വരാൻ തോന്നിയില്ല കേട്ടോ. പക്ഷേ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 1-2 വെന്യൂലും കൂടെ പോയി. അപ്പോഴത്തേക്കും തിരിച്ചു വരാൻ ടൈമായി. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 1-1.5 ആഴ്ച ഫോർട്ട് കൊച്ചിയിൽ പോയി നിന്ന് ഇത് ഫുൾ കാണണമെന്നാണ്. ഐ ഹോപ്പ് നെക്സ്റ്റ് ഇയറെങ്കിലും അങ്ങനെ കാണാൻ പറ്റുന്നു.